ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇക്ബാൽ. അഗൈൻ നമ്മളെ മിൻലൈറ്റ് ഫർണിച്ചറാണുള്ളത്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. മുസ്ലിം ഭായ്, ഇന്ന് നമ്മൾ ഏതാണ് കവർ ചെയ്യുന്നത്? ഇത് നമ്മൾ തേക്കിന്റെ സോഫയാണ് വരുന്നത്. ഇത് ഓർക്കിഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇത് ഈ ഓർക്കിഡ് എന്ന് പറയാൻ കാരണം ഇതിന് ബെൻഡ് ഉണ്ട്. ആ, ഇതിന്റെ ഒരു ഓരോന്നിനും ഓരോ മറ്റേ പേരാണല്ലോ. മറ്റേ നമ്മളെ പണ്ട് ആനക്കൊമ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു സോഫയുടെ പേര് ഓർക്കിഡ് എന്നാണ്. ഇത് അത് കാണിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഇതിനകത്ത് മാറ്റം എന്ന് വെച്ചാൽ ഓർക്കിഡിൽ തന്നെ ഈ ഒരു പീസിന് വീതി കൂട്ടിയിട്ട് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ജാളി കട്ടിങ്. അതാണ് ഈ പീസിന് ഇതിന് നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു ഡിസൈൻ വരുന്നത്. പിന്നെ ഇതിന്റെ ക്ലോത്ത് വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് HR ക്ലോത്ത് ആണ് വരുന്നത്. ഇതിന്റെ ഡെൻസിറ്റി നമുക്ക് 32 ഡെൻസിറ്റി വരും. പിന്നെ ആൾക്കാർക്ക് അറിയില്ലാത്തൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഈ സോഫയില് 32 ഉണ്ട്, 40 ഉണ്ട്, 28 ഉണ്ട് ഡെൻസിറ്റി. കനമാണ് പറയുന്നത്. ഈ തിക്നെസ്സിൽ ആൾക്കാർ വിചാരിക്കും 28 ആണ് കംഫർട്ട് കൂടുതൽ. 32 ഇരിക്കാൻ സുഖമുള്ളത് 28 32 എന്ന് പറയുമ്പോൾ കട്ടി കൂടും, അപ്പൊ കുറച്ചുകൂടെ ഹാർഡായിരിക്കും. ആൾക്കാർ വിചാരിച്ചേക്കണേ 32 ആണ് സോഫ്റ്റ് എന്നാ. ശരിക്കും അത് ലോജിക്കലി പറയുവാണെങ്കിൽ 28 ആണ് കംഫർട്ട്. 32 വീണ്ടും കനം കൂട്ടിയിട്ട് കുറച്ച് ഹാർഡ് ഫോം ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും 28 ആയിരിക്കും നന്നാവുക. ഓക്കെ, അത് ചോദിച്ചിട്ട് മനസ്സിലാക്കണം. കാരണം കുറച്ച് ഹാർഡായിട്ടുള്ളവർക്കാണ് 32 വേണ്ടി വരിക. ഇതിന് നമുക്ക് പ്രൈസ് വരുന്നതാണ് 27,000 റുപ്പീസ് ആണ് വരുന്നത്. നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. വാറന്റി നമുക്ക് 10 വർഷം കൊടുക്കാം. തേക്കായതുകൊണ്ടാണ് ഇതിന് വില വരാനുള്ള കാരണം. ഇത് നമുക്ക് വരുന്നത് കമ്പി സോഫ എന്നാണ് പറയാം. ഈ മോഡലിന്റെ പേര് കമ്പി സോഫ എന്നാണ് പറയുന്നത്. ഈ ഡിസൈൻ വരുന്നത് കൊണ്ടാണ് കമ്പി സോഫ എന്ന് പറയുന്നത്. ഇത് നമുക്ക് 5 സീറ്റർ ആണ് വരുന്നത്. ടീക്ക് വുഡാണ്. ടീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ടീക്ക് ആണ്. നമുക്ക് ഇതിൻ്റെ അത് ക്ലോത്ത് വരുന്നത് HR ക്ലോത്ത് ആണ്. ഇതിൻ്റെ അത് നമുക്ക് 5 പില്ലോ വരുന്നുണ്ട്. 28 ഡെൻസിറ്റി ആണ് ഇതിന്റെ ഫോം വരുന്നത്. കംഫർട്ട് കൂടിയ ഡെൻസിറ്റി ആണ് വരുന്നത്. ഇത് പിന്നെ നമുക്ക് 10 ഇയർ വാറന്റി കൊടുക്കാം. നമുക്ക് പോളിഷ് വരുന്നത് നമുക്ക് മാറ്റ് ഫിനിഷാണ് വരുന്നത്. മാറ്റ് ഫിനിഷ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കസ്റ്റമൈസ് ചെയ്യാട്ടോ, നീളം കുറയ്ക്കോ നീളം കൂട്ടുമോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് മോഡൽസ് ഉണ്ട്. അതിൽ ഏത് മോഡലും നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് സാധനം ഷോപ്പിൽ വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ കൺജസ്റ്റഡാണ്. ഇപ്പൊ തന്നെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് ഫുള്ള് സാധനം കൺജസ്റ്റഡാണ്. അപ്പോൾ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 28,000 ആണ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്ക്വയർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഹൈറ്റ് കുറവായിരിക്കും, പക്ഷെ അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. നമുക്ക് ഇരുന്നാൽ തന്നെ കൈ നമുക്കിങ്ങനെ അങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. ഒരു ഫീല് കിട്ടും. അപ്പോ ഇതിന്റെ നമുക്ക് ക്ലോത്ത് വരുന്നത് മോൾഫിനോ എന്ന് പറഞ്ഞ ക്ലോത്താണ്. നമുക്ക് ഇതിന്റെ കുറഞ്ഞ ക്ലോത്ത് ഉണ്ട്, മോസി, ജൂട്ട്, അതൊക്കെ ഇതിന്റെ കുറഞ്ഞ ക്ലോത്താണ്. ഇത് അത്യാവശ്യം വില കൂടിയ ക്ലോത്താണ്. ഇത് നമുക്ക് 6 സീറ്ററാണ് വരുന്നത്. ഇത് 6 സീറ്റർ ആണ് വരുന്നത്. ഇത് ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യ. എവിടെ കൊണ്ട മുറിച്ച് നോക്കിക്കോട്ടെ ഫോറസ്റ്റ് അക്കേഷ്യ. ബാക്കിയുള്ള തേക്കല്ല എന്നല്ല കേട്ടോ പറഞ്ഞു, അതും ഫുള്ള് ഫോറസ്റ്റ് തേക്ക്. എവിടെ കൊണ്ടുപോയി മുറിച്ച് നോക്കിക്കോട്ടെ. നമുക്ക് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കോസ്റ്റ് നമുക്ക് വരുന്നത് 23,500 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല് ഒരു വില ഭയങ്കര കൂട്ടി നമ്മൾ MRP ഒരു വില ഇട്ടിട്ട് ഒരുപാട് കുറച്ച് കൊടുക്കുന്ന പരിപാടിയല്ല. പക്ഷെ എന്നാലും നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. നമുക്ക് കച്ചവടം നടക്കുന്നുണ്ട്. ഇത് 6 സീറ്റർ ആണ്. ഡെൻസിറ്റി വരുന്നത് 28 ഡെൻസിറ്റി ആണ്. ഫുള്ള് ഫോറസ്റ്റ് അക്കേഷ്യ ആണ്. നമുക്ക് 10 ഇയർ ഇതിനും വാറന്റി കൊടുക്കാം. അതേ നല്ല ഇതിന്റെ നമുക്ക് 5 സീറ്റർ ചെയ്യാം. ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്യാം. പല മെഷർമെന്റ് ഉണ്ട്, ഏതിലും ചെയ്യാം. ഒരുപാട് മോഡൽസ് ഉണ്ട്. പിന്നെ നമുക്ക് മോഡൽ വരുന്നതെന്ന് വെച്ചാല് നമുക്ക് ഡിസൈൻസ് ഉണ്ട്. ഇതൊരു മോഡലാ. അല്ലല്ല, ഇത് നമ്മള് ഫോട്ടോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ. ഇതൊരു മോഡലാണ്. ഇത് വേറൊരു മോഡലാണ്. ഇതൊക്കെ അടിപൊളി മോഡലാ. അതെ. ഇതൊരു മോഡലാണ്. ഇത് നമ്മുടെ മാനുഫാക്ചറിങ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു മോഡലാണ്. ഇതൊക്കെ ഇനി അടുത്ത ദിവസം നമുക്ക് ഷോപ്പിലേക്ക് വരും കേട്ടോ, നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ആനക്കൊമ്പന്റെ കോർണറാ.
നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു വേറെ സോഫ ഇതേ ആ design നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ അത് തന്നെ. ഒരുപാട് മോഡൽസ് ഉണ്ടല്ലേ? ഒരുപാട് മോഡൽസ് ഉണ്ട്. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഏത് മോഡൽ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. സോഫ മാത്രം നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ബാക്കി ഇനിയിപ്പോൾ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് നമുക്ക് സാധനം മൊത്തം അലങ്കോലായി കിടക്കാം. നമ്മള് ഈ വീക്കിൽ തന്നെ നമുക്ക് ഓണത്തിന്റെ ഓഫർ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവും. അത് എക്സൈറ്റിംഗ് തന്നെ ആയിരിക്കും വിചാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമുക്ക് UV-യിലാണെങ്കിലും കുറെ അടിപൊളി കളറുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു 10 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് ഈ മന്ത് ഒരു തീരുന്നതിന് മുന്നേ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. 1-2 കോർണർ സോഫാസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ മോഡൽസ് ഇവിടെ ഒരു ഡിസ്പ്ലേയിൽ 1-2 ഐറ്റംസേ ഉള്ളൂ. അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതും കൂടി ഈ ഒരു 3 ഇത് കണ്ടില്ലേ, ഇതിപ്പോ 2 ആണ്, 3 ആണ്, പിന്നെ 2 ആണ്. ഇത് ആനക്കൊമ്പാണ്. ആനക്കൊമ്പിന്റെ 3, 2, 2. ഇത് നമുക്ക് കസ്റ്റമറിന് ഒരു 45,000 തന്നെ കൊടുക്കാം. ഇത് കുറച്ച് പ്രീമിയമാണ്. ഫുള്ള് തേക്ക് വരുന്നത്. ഫുള്ള് തേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൈ തന്നെ ഒരു അത്യാവശ്യം വലിയൊരു PC നമുക്ക് ഈ കൈ തന്നെ ഇടാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നോർമലി കോർണർ 2 കൈയേ വരുള്ളൂ. 2, 4, 6 കൈ വരുന്നത്. ഓരോന്നിനും ഓരോ കൈ ആയല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ആണ്. പിന്നെ എല്ലാത്തിനും HR ക്ലോത്ത് ആണ് വരുന്നത്. പില്ലോ ഉണ്ടാവും. 28 ഡെൻസിറ്റി ആണ് ഫോം വരുന്നത്. 10 15 എല്ലാത്തിനും ഇപ്പൊ നമ്മളിപ്പോ കാണിച്ച എല്ലാത്തിനും 10 15 വർഷം ഗ്യാരണ്ടി കൊടുക്കും. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 വർഷം പോലും, ഐഫോൺ പോലും 1 വർഷം പോലും കൊടുക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ നമ്മൾ അത്ര റിസ്ക് ഇതിൻ്റെ അകത്തൊക്കെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്ത് റിസ്ക് എടുത്തിട്ട് 15 കൊല്ലം. ഇപ്പൊ നമുക്കൊക്കെ പറഞ്ഞ ശീലമുണ്ട്. സാധാരണക്കാരൊരാൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 15 കൊല്ലം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണില്ല. നമ്മളെ എത്ര നല്ല സാധനം ഇട്ട് ചെയ്താലാ. മനസ്സിലായോ? അത് ഭയങ്കര 1-2 ദിവസമല്ല. ഇത് നമ്മള് എത്ര നാൾ ഇവിടെ ഉണ്ടോ, 15 കൊല്ലം. ഇതിപ്പോ 2024 ആണെങ്കിൽ 10 കൊല്ലം കൂടിയ 2034 പിന്നെ പോയിട്ട് 5, 34 5 2039 വരെ. 2039 വരെ നമ്മൾ ഇപ്പൊ ചിലപ്പോ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാൻ പറ്റില്ല. വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഈ 15 കൊല്ലം ഗ്യാരണ്ടി പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന അത്ര നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ചില കസ്റ്റമർ നമുക്ക് ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സാധനം ഒരു 5, 8, 10 കൊല്ലമായി, ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. ആ ഒരു വിശ്വാസത്തിനെ പുറത്താണ് നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പം നമ്മളിതൊക്കെ ഇതിങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയൊരു സംഭവമാണ്. 15 കൊല്ലം വലിയ ഇന്റർനാഷണൽ കമ്പനി അല്ലേ ഈ ഐഫോൺ, സാംസങ് ഒക്കെ. അവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്തൊരു വാറന്റി പീരീഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടാണ് കൊടുക്കണമെന്ന് ആലോചിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു മൈന്യൂട്ട് വിഷയം വന്നവരെ കമ്പനി തന്നെ അത് ബാധിച്ചാണ്. മനസ്സിലായി? നമ്മളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമുക്ക്. അപ്പം ഇത്രയും നന്നായിട്ട് സാധനങ്ങൾ കൊടുക്കുമ്പം നമുക്ക് നല്ല സാധനങ്ങൾക്ക് നമ്മളെല്ലാ വീട്ടിലും പറഞ്ഞ എമൗണ്ട് ആവും. ഇനിയിപ്പം ഞാൻ വെറുതെ 15 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോൾ കസ്റ്റമറിന് വരില്ല എന്നുള്ള മൂഡിൽ 15 കൊല്ലം കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനെ പുറകെ മെനക്കെടാൻ പറ്റൂല, ഇനി മെനക്കെടാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ നമ്മുടെ റെപ്യൂട്ടഡ് സ്ഥാപനമാണ്, നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണ്. അത് നമുക്ക് ഇവിടെ നമ്മളില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരാനുള്ള ഓപ്ഷൻ തൊട്ടടുത്ത് തന്നെ അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് സാധനം വൃത്തിയായിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ള സാധനം നന്നായിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ചെറിയൊരു വീഡിയോ ആണ്. ഇനി ഓണത്തിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഈ വീക്കിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.